ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ അവിടെ നിന്ന് ബ്രേക്ക് ഒരു ചതഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു. അതേപോലെ ചെറിയ വീലിന് ചെറിയൊരു ഷേക്കിങ്. അപ്പോൾ അത് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ ബാക്ക് വീലിൻ്റെ ഈ ഷാഫ്റ്റ് ഉണ്ട്, ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ് ഓൾറെഡി പോയിരിക്കുക. നമുക്കത് നോക്കുമ്പോൾ ഇത്ര ഷേക്കിങ് ഓൾറെഡി ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് അഴിച്ച് ബെയറിങ് മാറ്റണം. ബെയറിങ് മാറ്റാന്ന് പറഞ്ഞാൽ ഇത് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ബെയറിങ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും അതേപോലെ ബാക്ക് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിളും, അത് കേബിളൊക്കെ ഔട്ടർ വലിഞ്ഞ് ഇങ്ങനെയൊക്കെ ഒട്ടും ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങടേക്ക് മൂവ് ആവാനായിട്ടുള്ള ആ ഗ്യാപ്പില്ലാത്തൊരു കണ്ടീഷൻ നിൽക്കണം. അപ്പോൾ ആ ബ്രേക്ക് ലൈനറും കേബിളും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ബാക്കിലത്തെ ആ വർക്ക് കംപ്ലീറ്റ് ആയിക്കോളും. കാരണം ബ്രേക്കും കേസ് പക്കി ആയിക്കോളും. അതേപോലെ തന്നെ ബ്രേക്ക് കേബിളായാലും എന്തായാലും അതിൻ്റെ ലൈഫ് കഴിഞ്ഞാണ്. പിന്നെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയ ഓയിലിൻ്റെ ഒരു നനവ് പോലെ കണ്ടോ, അത് ആ ബെയറിങ് പോയതുകൊണ്ട് ലീക്ക് ആരംഭിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീലിൻ്റെ ബെയറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ട്രാൻസ്മിഷൻ ഗിയർ സെറ്റ് ഫുൾ അഴിക്കണം. ഫുൾ അഴിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ച് മാറ്റാനായിട്ട്. ഏകദേശം നമുക്ക് ആ വർക്ക് മാത്രം അഴിച്ചതിൻ്റെ ബെയറിങ്, ഓയിൽ സീല്, അതേപോലെ ഓയില്, അതിൻ്റെ ലെവറെല്ലാം കൂടി വരുമ്പോൾ ഏകദേശം നമുക്കൊരു 900 രൂപ 950 രൂപ നമുക്കത് അതിന് മാത്രം ചിലവ് തന്നെയുണ്ട്. അതിന് പുറമെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനർ വരും, കേബിൾ വരുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, തീരെ തീർന്ന് നിൽക്കണേ. ബാക്ക് മാത്രമല്ല ഫ്രണ്ടിലത്തെയും തീർന്നേക്കാണ്. അപ്പോൾ ഇത് ബാക്കിലത്തെ ഫുള്ള് കംപ്ലീറ്റ് തീർന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ വലിയ പഴക്കമില്ല. എയർ ഫിൽറ്റർ ഹീറോൻ്റെ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, ഒറിജിനൽ ഫിൽറ്ററിനാണ് കിടക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഫേസ് കറക്റ്റ് ഇത് തന്നെ ഭാഗം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇടാം. അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിടും. പിന്നെ ആ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും നമുക്ക് വേറെ ക്രാങ്ക് സൈഡോ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡോ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിൽ വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അത് ക്ലച്ച് വർക്ക് ചെയ്താണ് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും റോളർ സെറ്റ് കാര്യങ്ങളൊക്കെ ആയാലും നോർമൽ സാധാരണ തേമാനമുള്ളൂ. ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനിലേക്കൊന്നുമില്ല. പിന്നെ അത് CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ക്ലച്ച് ഷൂ, ക്ലച്ച് വെയിറ്റ് സെറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ എൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ വന്ന ഒരു യൂണിറ്റാണ്. വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലംസൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പെർഫോമൻസൊക്കെ ചെക്ക് ചെയ്യാനും കൂടിയിട്ട് വേണ്ടിയാണ്. തന്നെയല്ല നമുക്ക് ഗിയർ ബോക്സിൽ അത് അഴിക്കണമെന്നുണ്ടെങ്കിലും ഈ ഭാഗം നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ സർവീസിൽ ഓൾറെഡി ക്ലച്ചിൻ്റെ ഗ്രീസിങ് കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ക്ലച്ച് ഗ്രീസിങ്ങൊക്കെ ജനറൽ സർവീസിലുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അഴിക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റ്, ഇതുമ്പോൾ കിടക്കണ ബെൽറ്റ് കമ്പനി ബെൽറ്റാണ്, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. അതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ നോക്കുന്ന സമയത്തുണ്ടല്ലോ, സെൻറ്ററിൽ ചെറിയൊരു പൊട്ടൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. വലിയ ലോങ് ഓട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണമാണ് സേഫ്. കാരണം 1-2 പൊട്ടുകൾ ഇച്ചിരി ഡീപ്പായിട്ടുമുണ്ട്. ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അറിയാമല്ലോ, ഒരു കട്ട അങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നാൽ പിന്നെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ബാക്കിയത്തെ ഒരെണ്ണം പൊളിഞ്ഞാൽ പിന്നെ വിട്ടുപിടിയിൽ നിന്ന് പൊളിഞ്ഞു പോകും. അങ്ങനെ വഴിയിൽ പെടുന്ന സിറ്റുവേഷൻ വരും. ഇത് തീരെ അത്രയ്ക്ക് 90% പോയേക്കല്ല, ഒരു അല്പം വേണമെങ്കിൽ നമുക്കൊരു സർവീസൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ടാണ്. ഓട്ടോ നല്ല അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഞാൻ ഗിയർ ബോക്സും ടയറും എല്ലാം കൂടി വന്നതുകൊണ്ട് എൻ്റെ ഇത് സജഷൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നോക്കിയിട്ട് അതനുസരിച്ചാണ്. എപ്പോഴും ബെൽറ്റ് മാറ്റി ചെയ്തു പോകുന്നതാണ് ഏറ്റവും സേഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പൊട്ട് വീണിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നോക്കുമ്പോൾ ചോക്ക് കേബിൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, അതൊരു ഔട്ടർ വലിഞ്ഞ് നിൽക്കണേ. ആക്സിലേറ്ററിൻ്റെ കേബിളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ അത്രയും കൂടെ പെർഫെക്ഷൻ പോരാ. പിന്നെ അതേപോലെ ഹെഡിൻ്റെ ഭാഗത്തൊക്കെയാലും വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ ഹെഡിൻ്റെ അവിടെ കാർബറേറ്റർ യൂണിറ്റിൻ്റെ അടുത്തായാലും വേറെ അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല. അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട്. ഈ കണ്ടീഷനിലൊന്ന് വാഷ് ചെയ്താൽ എൻജിൻ റൂമൊക്കെ ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലുള്ള ചെളിയൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ഇച്ചിരി ശോചനീയാവസ്ഥയാണ്. നമുക്ക് സൈഡിലൊക്കെ ഒരു നോക്കണ്ട, സെൻറ്റർ പോർഷനിൽ ഒട്ടും പെടുത്തില്ല. അതിൻ്റേതായിട്ടുള്ളൊരു സൈഡ് വലിവും പാളിച്ചൊക്കെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ കേബിൾ വർക്കിംഗ് അല്ല, കേബിൾ ഇന്നർ പൊട്ടി കിടക്കാണ്. നമ്മളത് ഔട്ടർ സെറ്റ് പാടിയാണ് നമുക്കത് മാറ്റിയിടാൻ പറ്റുള്ളൂ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. ബാറ്ററി വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്, 2024 പുതിയ ബാറ്ററിയാണ്. പിന്നെ ബാറ്ററിയുടെ ജസ്റ്റ് വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ട്. ബാറ്ററി നമ്മൾ എന്തായാലും ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, നമുക്ക് സർവീസിൽ അതിൻ്റെ ഇതും കൂടി ഉള്ളത് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് മാത്രം ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഹെഡ് ലൈറ്റിൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം,
2 ക്ലിപ്പാണ് അതിൻ്റെ ഉള്ളത്. ആ 2 ക്ലിപ്പ് വന്ന ഭാഗവും പൊട്ടിപ്പോയേക്കാണ്, അടിയിൽ പിടിപ്പിക്കുന്ന ഭാഗവും പൊട്ടിപ്പോയേക്കാണ്. ഒരു രീതിയിലും ഹെഡ്ലൈറ്റ് നമുക്കതൊന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ ഹെഡ്ലൈറ്റിൻ്റെ അവസ്ഥ. റീപ്ലേസ് ചെയ്തിടാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഒരു രക്ഷയില്ലെങ്കിൽ ടൈ ചെയ്യാമെന്ന് മാത്രം. പക്ഷെ അങ്ങനെ ടൈ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ നമുക്ക് പിന്നീട് ഈ വൈസറും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫൈബറാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് വന്നേക്കുന്ന പ്രോബ്ലംസ് ആണത്. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റിൽ ഇതൊക്കെ പെടുത്താം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷനും വലിയ മോശമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കി കയറ്റി എനിക്കാണ് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് മാറ്റിയേക്കണമായിരിക്കുള്ളൂ. കഴിഞ്ഞ സർവീസ് എന്തെങ്കിലും മാറ്റിയിട്ടായിരിക്കും, ഫ്രഷായിട്ടാണ് കിടക്കുന്നത്. പിന്നെ എൻജിൻ ഓയിലായാലും മാറ്റുന്ന ടൈമാണ്. തീരെ മോശം എന്ന് പറയാനോ ഒരുപാട് ലെവൽ കുറവോ കാര്യങ്ങളൊന്നും അറിയിലിപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ഈ അത്യാവശ്യം ഈ വേണ്ട ഭാഗങ്ങൾ പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അതൊന്ന് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതായത് ഫ്രണ്ട് ടയർ വന്നുണ്ട്, മീറ്ററിൻ്റെ കേബിള്, അതേപോലെ ഹെഡ്ലൈറ്റ് അസംബ്ലി വന്നുണ്ട്, ബെൽറ്റ്, ഗിയർ ബോക്സ്, ബാക്ക് ടയർ, ചോക്കിൻ്റെ കേബിള്, ഇതെല്ലാം പെടുത്തിയിട്ടേ ബാക്ക് ബ്രേക്ക് ഷൂ ഇതെല്ലാം പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.